എന്താ അവിടെ പൊന്നാരി? വേണ്ട തല്ലോട്ട് എടുത്തിട്ടോ. പിന്നെ കണ്ടുപോയിന്നോ? എവിടെ പോയി കണ്ണ്? പിന്നെന്താ കണ്ണു പോയത്? എന്തേ വിളിച്ചോ? എന്താ ക്ഷീണിച്ചിരിക്കണേ? പീടിക്ക് പോയി പീടിക്ക് പോയി പ്രസംഗിച്ചോ? കുഞ്ഞാ കുഞ്ഞാ നിന്റെ മാർക്ക് കേട്ടിട്ട് അമ്മ പ്രസംഗിക്കണ്ടോ? കുട്ടിയോട് അങ്ങനെ തന്നെയല്ലോ. അപ്പോൾ ഇന്ന് നമ്മളില്ലേ എല്ലാവരും വന്നിരിക്കണ എന്തിനു വേണ്ടിയിട്ടാണെന്നറിയോ? നിങ്ങളുടെ അടുത്തൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മൾ ഇത്രയും കാലം പറഞ്ഞാൽ നമ്മൾ വീഡിയോ ഇടാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 4 വർഷത്തോളമായി നമ്മൾ വീഡിയോ ഇടാൻ തുടങ്ങിയിട്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇടാൻ തുടങ്ങിയ മുതൽ നമ്മളോട് കുറേ വീട് പണി സമയത്തും അല്ലെങ്കിൽ ഓരോ സമയത്തും ഓരോരുത്തരും നമുക്ക് എന്തെങ്കിലും വേണോ സഹായിക്കട്ടെ എന്ന് ചോദിച്ചിട്ടുണ്ട്. നമ്മൾ ഒന്നും വേണ്ട, നമ്മളെക്കാട്ടിലും ഇല്ലാത്തവർക്ക് അല്ലെങ്കിൽ അതിന് അർഹതപ്പെട്ടവർക്ക് കൊടുക്കണം എന്നേ നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടുള്ളൂ. ഇപ്പം ഞങ്ങൾ നിങ്ങളോടൊരു സഹായം ചോദിക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. നമുക്ക് നമ്മുടെ കുടുംബങ്ങളോടല്ലാതെ വേറെ ആരോടും സഹായം ചോദിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ കുടുംബാംഗങ്ങൾ നമ്മളെ സഹായിക്കും എന്നുള്ളൊരു നല്ലൊരു വിശ്വാസം ഉണ്ട് കേട്ടോ. ഒരു 30 ലക്ഷം രൂപ വരെയൊക്കെ മൊത്തം കിട്ടിയിട്ടുണ്ട്. ഇനി വേണ്ടിയില്ലേ നല്ല സംഖ്യ അല്ലേ? നമ്മൾ ഇത്രയും വീഡിയോ ചെയ്തതിൽ വെച്ചിട്ട് നമ്മൾ ഒരാളോട് ഒരു സഹായം ചോദിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. ഇപ്പോൾ നമ്മൾ നമ്മുടെ കൂട്ടുകാരോട് എങ്ങനെ പറയാം, മനസ്സറിഞ്ഞ് ചോദിക്കുകയാണ്. നിങ്ങൾക്ക് പറ്റുന്ന സഹായങ്ങൾ നിങ്ങൾ ആ കുട്ടിക്ക് വേണ്ടി ചെയ്യുക. എത്രയേ പൈസ നമ്മൾ ആവശ്യമില്ലാണ്ട് ചിലവാക്കണു. നിങ്ങളുടെ ഒരു 10 രൂപയാണ് വെച്ചാൽ ആ 10 രൂപ ആ പൊന്നുമോന് വേണ്ടി അയച്ചു കൊടുക്കണേ. എന്താ ബ്ലഡ് ക്യാൻസർ ആണെന്നാണ് കേട്ടോ പറയുന്നത് അല്ലേ? അപൂർവീനം ഒരു പാലക്കാട് ജില്ലയിലെ കടമ്പഴിപ്പുറം പഞ്ചായത്തിലാണ്, 9ാം വാർഡിലാണ്, മുണ്ടൊള്ളി സ്ഥലത്ത്. ഞങ്ങളുടെ സുഹൃത്താണ്, തൊട്ട വീടാണ്. പേര് നേഴ്സാണ്, ഗൾഫിലായിരുന്നു. ഇപ്പൊ കുട്ടിയുടെ അസുഖങ്ങളും കാര്യങ്ങളായിട്ട് ഇപ്പൊ റിസൈൻ ചെയ്ത് വന്നു. നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് ഒരു ആശുപത്രി കേസ് വന്നു കഴിഞ്ഞു വെച്ചാൽ താങ്ങാൻ പറ്റില്ല. അപ്പൊ ആരുടെങ്കിലും സഹായം ഇല്ലാതെ ഒന്നും നമ്മളെ കൊണ്ട് ചെയ്യാൻ സാധിക്കില്ല കേട്ടോ. അവര് കുറേ അവർക്ക് പറ്റണ പോലെ അവര് ചെയ്തിരുന്നു. ഒരു 7 മാസമായിട്ടൊക്കെ ആസ്റ്ററിൽ അഡ്മിറ്റ് ആണ് ആള്. ഒരു ഏകദേശം ഒരു 10 മുന്നേ തന്നെ 3 മാസത്തോളം വേറെ ആശുപത്രികളിലും ചികിത്സ നേടി. ഇപ്പൊ തന്നെ ഒരു 10-28 ലക്ഷം രൂപയോളം ട്രീറ്റ്മെന്റ് ആയി. ആളുടെ കയ്യിലുണ്ടായിരുന്നതും സ്വർണ്ണവും അതും ഇതും വിറ്റിട്ടും സുഹൃത്തുക്കളുടെ അടുത്ത് കടം വാങ്ങിയിട്ടൊക്കെ ആയിട്ട് ഇതുവരെയൊക്കെ പുള്ളി കൊണ്ടുപോയി എങ്ങനെയൊക്കെ. പക്ഷെ ഇനിയിപ്പോൾ അവിടെ നിന്ന് മറ്റുള്ളവരുടെ ഒരു എന്താ പറയുക സഹായം ഇല്ലാണ്ട് നടക്കില്ല. കാരണം താങ്ങാൻ ഒരിക്കലും എല്ലാം വിറ്റാലും താങ്ങാൻ പറ്റാത്തൊരു എമൗണ്ട്. 2 കോടി എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് സ്വപ്നം കാണാൻ പോലും. ഇനിയിപ്പോ നമ്മുടെ ഇമ്മ്യൂണോതെറാപ്പി പറഞ്ഞൊരു മെഡിസിൻ ആണ് ഇനിയിപ്പോ നമ്മള് കൊടുക്കാൻ പോകുന്നത്. അത് ഇമ്പോർട്ടൻറ്റ് സ്വിറ്റ്സർലാൻഡിൽ നിന്ന് വരുന്ന സാധനമാണ്. അപ്പൊ അത് 2-3 സ്റ്റേജ് ആയിട്ടാണ് ഇപ്പൊ കൊടുക്കുന്നത്. അതിൽ ഓരോ സ്റ്റേജിൽ തന്നെ മെഡിസിന് മാത്രം വന്നിട്ട് നമുക്ക് 50 ലക്ഷം രൂപയോളം ചെലവ് വരുന്നത്. ഒരു കോഴ്സിലെ മെഡിസിൻ ആണ് കേട്ടോ. അങ്ങനെ 3 കോഴ്സ് ഉണ്ട്. ബാക്കി കീമോ അതിന്റെ കൂടെ നടക്കും. അതിന്റെ ഇടയിൽ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യണം, മജ്ജമാറ്റി വെക്കൽ എന്നൊക്കെ പറയും നമ്മൾ. അത് ചെയ്യണം. ഏകദേശം 2 കോടി രൂപ തന്നെയാണ് ഇപ്പോഴും പ്രധാനപ്പെട്ട ട്രീറ്റ്മെന്റുകൾക്ക് തന്നെ ഏകദേശം 2 കോടി വരുന്നുണ്ട്. പിന്നെ അതുകൂടാണ്ട് പിന്നെ പോവാനും കുറെ വേറെ ചെലവുണ്ടാവും. പിന്നെ കുഴപ്പമില്ല, മരുന്നിനുള്ളതും ഇതിനും കിട്ടണമെങ്കിൽ തന്നെ ഏകദേശം ഇതാവും. സാമ്പത്തികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടിൽ നിൽക്കുകയാണ്. തീർച്ചയായും സാധാരണ കുടുംബമാണ്, സാധാരണ പോലത്തെ കുടുംബം തന്നെയാണ്. സംഖ്യയാണത്. ചെറിയ കുടുംബത്തിൽ നിന്ന് പഠിച്ച് നഴ്സിംഗ് എടുത്ത് BSc നഴ്സിംഗ് എടുത്ത് കഴിഞ്ഞ കൊല്ലാണ് അവന് BSc നഴ്സിംഗ് ഒക്കെ പാസ്സായി വന്നത്. അപ്പോഴൊക്കെയാണ് ഇപ്പോൾ ഈ കുട്ടിയുടെ അതിന്റെ ലോണും കാര്യങ്ങളും ഇരട്ട കുട്ടികളാണ്. എനിക്ക് ആലോചിക്കും സങ്കടം എന്താ പറയുക, എനിക്ക് 2 പെൺകുട്ടികളല്ലേ. അപ്പൊ ഇപ്പൊ ഇവർ രണ്ടാളും തമ്മിൽ ഒരു 10 മിനിറ്റ് മാറിയിരിക്കുമ്പോ തന്നെ ഭയങ്കര കുറുമ്പി വരാൻ വേണ്ടിട്ട് ചെറുത് ഇങ്ങനെ കാത്തിരിക്കും. അത് ആലോചിക്കുമ്പോ എനിക്ക് ഭയങ്കര സങ്കടം. ആ കുട്ടി ഇവര്
വയറിന്റെ ഉള്ളിൽ മുതലേ ഒന്നിച്ചിട്ട് ഒരേ സെക്കൻഡിൽ ഒന്നിച്ചിട്ട് ഇരുന്നിട്ട് ഇരട്ട കുട്ടികൾ എന്ന് പറയുമ്പോഴേ ഇപ്പോ ഒരു 7 മാസത്തോളായിട്ട് പെങ്ങളുട്ടി ഇവിടെ അവളുടെ അമ്മയുടെ വീട്ടില്, ചെറുക്കം ഇവിടെ ഈ കുട്ടി ആശുപത്രിയില്. ഓരോ 2 മാസമൊക്കെ കൂടുമ്പോ കാണാൻ പോവും. അപ്പൊ കാണാൻ പോകുമ്പോ ചോദിക്കത്രേ മണിനോട്, അച്ഛാ തിരിച്ചു വരുമ്പോ അവനെയും കൂട്ടിട്ട് വരാൻ പറ്റുമോ എന്ന് ചോദിക്കത്രേ. അപ്പൊ അവിടെ നിന്ന് ഇങ്ങനെ തിരിച്ചു വരുന്ന സമയത്ത് അവളെ ഒറ്റയ്ക്ക് വരുമ്പോൾ ആ ഒരു ഇതൊക്കെ ചിന്തിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഭയങ്കര ഇടങ്ങറാണ്. പിന്നെന്താ, അത് എനിക്ക് പെട്ടെന്ന് മനസ്സിലാവും. കാരണം പെൺകുട്ടിന്റെ ഒരു അച്ഛൻ എന്നുള്ള നിലയിൽ പെട്ടെന്ന് അത് എനിക്ക് ചെയ്യാനേ പറ്റുന്നില്ല. അവിടെ പോയപ്പോ ഹോസ്പിറ്റലിൽ പോയപ്പോ കുട്ടിയുടെ അടുത്ത് എന്താ ആഗ്രഹം ചോദിച്ചത്രേ. ആഗ്രഹം ചോദിച്ചപ്പോ കുട്ടി പറയുന്നത് എനിക്ക് ഡോക്ടറായാൽ മതി, അതേ ഹോസ്പിറ്റലിൽ ഡോക്ടറായാൽ മതി. എന്തിനാ ചോദിച്ചത്? അപ്പൊ അവിടുത്തെ നേഴ്സുമാരെയൊക്കെ ഇഞ്ചക്ഷൻ വെക്കണം എന്നാ പറഞ്ഞത്. കംപ്ലീറ്റ് ആയിട്ട് ഇഞ്ചക്ഷനും ഓപ്പറേഷനും ഒക്കെ ചെയ്യണം. കാലത്തിന്റെ ഏകദേശം 13ഓളം കീമോതെറാപ്പി ഇപ്പൊ കഴിഞ്ഞു. ഈ 10 മാസത്തിൽ 13 കീമോ കഴിഞ്ഞു. 8 വയസ്സായ കുട്ടിക്ക് നമ്മുടെ കുഞ്ഞന്റെ പ്രായം ശരിക്കില്ലേ ഓടിച്ചാടി നടക്കേണ്ട ആ ഒരു പ്രായല്ലേ ഭഗവാനെ. തീർച്ചയായിട്ടും എല്ലാവരും സഹായം ഉണ്ടാവും. കാരണം എന്താ വെച്ചാൽ നമുക്ക് വീട് വേണ്ട ഇത്രയൊക്കെ ബുദ്ധിമുട്ട് വന്നിട്ടും ഒരുപാട് പേര് നമ്മൾ സഹായിക്കാൻ നിന്നിട്ടുണ്ട്. എന്താണ് നിനക്ക് വേണ്ടെന്ന് ചോദിച്ചാൽ ഒരുപാട് സഹായിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ അവരോടൊന്നും ഒരു സഹായം ഇതുവരെ കൈപ്പറ്റാനോ അല്ലെങ്കിൽ ആവശ്യപ്പെടാനോ നിന്നിട്ടില്ല. ഇതൊരു ജീവന്റെ പ്രശ്നമാണ്. ഓടിച്ചാടി നടക്കേണ്ട കുട്ടിയല്ലേ. എത്രയും പെട്ടെന്ന് ഇരട്ട കുട്ടികളുടെ ആ ഒരു പിന്നെന്താ സത്യങ്ങളൊക്കെ അല്ലേ. അതാണ് അപ്പൊ സഹായിക്കുക. കാരണം ഇതിന്റെ പണമിടപാട് കാര്യങ്ങളൊന്നും നമ്മൾ നേരിട്ടല്ല, പഞ്ചായത്താണ്. കടമ്പഴിപ്പുറം പഞ്ചായത്താണ് ഇതിന്റെ അവരാണ് അവരുടെ ഹെഡ് ഓഫീസ് അവിടെയാണ്. അവരും പഞ്ചായത്ത് കടമ്പഴിപ്പുറം പഞ്ചായത്തും കൂടിയിട്ടാണ് ഒരു കുട്ടിക്ക് വേണ്ടി ഒരു ഒരു പഞ്ചായത്ത് മുഴുവൻ ഇറങ്ങിയിരിക്കുകയാണ്. എന്നാൽ കൂടെ ഒരു പഞ്ചായത്തിനെ കൊണ്ട് താങ്ങാൻ പറ്റാവുന്നതിലധികം ഒരു എമൗണ്ട് ആണ്. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയൊരു കാര്യം നിങ്ങൾക്ക് എത്തിക്കുക എന്നുള്ളതാണ്. നമ്മൾ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതില് പണമിടപാട് നമ്മളായിട്ട് യാതൊരു ബന്ധമില്ല. ഇതിൽ നേരിട്ട് അല്ലല്ല, കുട്ടിയുടെ അച്ഛന്റെ ഒക്കെ പേരിൽ ഒരു കറണ്ട് അക്കൗണ്ട് ഉണ്ടാക്കി. പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ദയയുടെ ഒരു കൺവീനറും ഉണ്ട്. പിന്നെ ഈ ജോയിന്റ് അക്കൗണ്ട് ആണ്, കറണ്ട് അക്കൗണ്ട് ആണ്. കാരണം എന്താ വെച്ചാൽ നമ്മളിതില് പലരും അപ്പൊ നമ്മള് അതിനു വേണ്ടിയിട്ടല്ല ഇതിലുള്ള കറണ്ട് അക്കൗണ്ടിലുള്ള അയൽവക്കത്തെ ഒരു കുട്ടിക്ക് വേണ്ടിയിട്ട് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ കാര്യം ചെയ്യണം. അപ്പൊ എല്ലാവരും മനസ്സറിഞ്ഞ് സഹായിക്കുക. പിന്നെ മാക്സിമം ഗൂഗിൾ പേ നമ്പറിലൂടെ പൈസ അയക്കാതെ QR കോഡ് കൂടെ അയക്കാൻ ശ്രമിക്കുക. കാരണം എന്താ വെച്ചാൽ ഗൂഗിൾ പേ നമ്പർ കൂടെ അയക്കുമ്പോൾ നമ്പർ ലോക്കാവാൻ സാധ്യതയില്ലെന്നൊക്കെ കുറച്ച് മുന്നേ വിളിച്ച് പറയണ്ടായി അവര്. കാരണം നമ്മൾ വീഡിയോ ചെയ്തതിന് ശേഷം ഫസ്റ്റ് റീൽ ഇട്ട് കുറച്ച് സമയത്തിന് ശേഷമാണ് നമ്മളിപ്പോൾ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് പൈസ എത്താനുള്ള സാധ്യത കുറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. മാക്സിമം QR കോഡ് വഴി പൈസ അയക്കാൻ ശ്രദ്ധിക്കുക. അതല്ലെങ്കിൽ ബാങ്ക് വഴി നേരിട്ട് അക്കൗണ്ടിലേക്ക് അയക്കാൻ ശ്രദ്ധിച്ചാൽ ഒരുപാട് ഉപകാരമാവും. ജിപേയിൽ മാക്സിമം പൈസ അയക്കാതിരിക്കുക. കാരണം എന്താ വെച്ചാൽ നമുക്ക് ജിപേ നമ്പർ ബ്ലോക്ക് ആവാൻ സാധ്യതയുണ്ട്. ഒരുപാട് ട്രാൻസാക്ഷൻ അതിലേക്ക് പോകുമ്പോൾ ബ്ലോക്ക് ആവാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നു. അപ്പോൾ QR കോഡ് വഴിയാണെങ്കിൽ ആ പ്രശ്നം ഉണ്ടാവില്ല എന്ന് പറയുന്നു. അപ്പോൾ മാക്സിമം എല്ലാവരും QR കോഡ് വഴി പൈസ അയക്കാൻ ശ്രമിക്കുക. നമ്മൾ ബാങ്ക് ഡീറ്റെയിൽസൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ എന്തായാലും ചെറിയൊരു തുകയല്ല 2 കോടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മക്കളെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട നമ്മുടെ മക്കളുടെ അതേപോലെ തന്നെ ആ പ്രായത്തിലുള്ള ഒരു കൊച്ചു കുട്ടിയാണ്. നമ്മുടെ കുഞ്ഞിന്റെ പ്രായമാണ് 8 വയസ്സ് എന്ന് പറയുമ്പോൾ അറിയാലോ, കായത പൂവേതാന്ന് അറിയാത്ത ഒരു കുഞ്ഞിക്കുട്ടി, ലോകം കാണേണ്ട കുട്ടിയല്ലേ. അതിന്റെ കൂടെ ഒരു തുണയും കൂടി ഇല്ല, ഇരട്ട കുട്ടികളാണ് അവര്. അപ്പൊ ആ കുട്ടി അതിന്റെ കൂടെയുള്ള കുട്ടിക്കുള്ള വിഷമം എത്രയായിരിക്കും നമുക്ക് ഏകദേശം ആലോചിച്ച് കിട്ടുന്നല്ലേ. അപ്പോൾ അവർ പറയുന്ന ഇത് പറയുന്നില്ല. അവർ പറയുന്ന ഓരോ വാക്കുകൾ, ആ കുട്ടികൾ പറഞ്ഞ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് സത്യം പറയത്ത് സങ്കടം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരമ്മയാണല്ലോ. അപ്പോൾ പിടിച്ചു നിർത്താൻ പറ്റില്ല. ഇതുവരെ നിങ്ങൾക്ക് അറിയാം ഞങ്ങൾ എത്ര വീഡിയോസ് ഇടണം, ഒരാളുടെ മുമ്പിലും ഇങ്ങനെ നമ്മൾ പറയണില്ല. അപ്പോൾ ഇതുവരെ നമ്മളൊരു സഹായം ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടില്ല കേട്ടോ. ആദ്യമായിട്ട് നമ്മുടെ ഒരു കുഞ്ഞു മകന് വേണ്ടിയിട്ട് ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. നിങ്ങൾക്ക് പറ്റുന്ന ഒരു തുക നിങ്ങൾ സഹായിക്കൂ. കാരണം നമ്മളെല്ലാവരും സാധാരണക്കാരാണ്. ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞു, നമ്മുടെ എല്ലാ കണക്കൂട്ടലുകളും വന്നു കഴിഞ്ഞു. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് പറ്റണ ഒരു സംഖ്യ നിങ്ങൾ അയച്ചു കൊടുക്കൂ കേട്ടോ. വേഗം മാറി നമ്മുടെ മുമ്പിൽ അവൻ കളിച്ച് നടക്കണ കാണാൻ നമുക്കൊരു സന്തോഷമല്ലേ. മക്കളല്ലേ, എന്തൊക്കെ സ്വപ്നങ്ങളുള്ളതാ. അപ്പോൾ
ഇനി ഇതിൽ എന്താണ് എനിക്ക് പറയേണ്ടതെന്നൊന്നും എനിക്ക് അറിയുന്നില്ല. അപ്പോൾ എൻ്റെ കൂട്ടുകാരെന്നെ പറ്റുന്ന പോലെ സഹായിക്കുക. എൻ്റെ കുടുംബാംഗങ്ങൾ, എൻ്റെ കൂട്ടുകാരല്ല കേട്ടോ, എൻ്റെ കുടുംബാംഗങ്ങൾ എന്തായാലും എൻ്റെ എന്തെങ്ങനെ ഈ പറഞ്ഞത് വെറുതെ ആവില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ നമ്മൾ അത്ര ഇഷ്ടപ്പെട്ടത് കൊണ്ടാണല്ലോ നിങ്ങൾ എത്ര പേര് നമ്മുടെ ഹൗസ് വാമിങ്ങിന് വന്നു. അപ്പോൾ അത് കാരണം നിങ്ങൾക്കുള്ളത് നമ്മൾ എത്രയെന്നൊന്നും പറയുന്നത് ഉള്ളത് നിങ്ങൾ അയച്ചു കൊടുക്കുക. അത് മാത്രമല്ല കേട്ടോ, നിങ്ങളെ കൊണ്ട് പറ്റുന്ന ഒരു സഹായമാണ്. ഇത് ഷെയർ ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക, നിങ്ങൾക്ക് ആർക്കൊക്കെ ഷെയർ ചെയ്യും. സഹായിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ അല്ലെങ്കിലും അത് സഹായിക്കാൻ പറ്റുന്ന അവസ്ഥയുള്ള ഒരാളുടെ മുന്നിലേക്ക് വീഡിയോ എത്തിക്കൊടുക്കാം, അവർക്ക് നല്ല രീതിക്ക് സഹായിക്കാൻ പറ്റും. പിന്നെ എന്താ നമ്മൾ 10 രൂപയെന്ന് പറഞ്ഞാൽ ചിലവർ പറയും ചേച്ചി സാധിക്കില്ല എന്ന് പറഞ്ഞാൽ നിങ്ങളെ കൊണ്ട് ഒരു 10 രൂപയെന്ന് പറഞ്ഞാൽ 10 രൂപ നിങ്ങൾ കൊടുക്കാൻ ശ്രമിക്കണം. എത്ര രൂപ എന്നുള്ളതോ എത്ര ചെറുത് വലുതില്ല, 1 രൂപയെന്ന് പറഞ്ഞാൽ ഇപ്പം അതൊരു ആവശ്യമാണ്. അപ്പം അതുകൊണ്ടാണ് നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ വരുന്നത്. അപ്പോഴേ എല്ലാവരും മോന് വേണ്ടി പ്രാർത്ഥിക്കുക, നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. പെട്ടെന്ന് മാറട്ടെ, മാറി ഉഷാറായിട്ട് വരട്ടെ. നാളെ നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് നടക്കാം.